നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് ബേസിക് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനം. എത്രമാത്രം നൈട്രജനിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഡെൻസിറ്റി വർദ്ധിക്കുന്നുവോ അത്രയും ബേസിക് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു വിഡ്രോവല് മാത്രമാണ് ഉള്ളത്. That's why aromatic amines are less basic than ammonia. കാരണം -R ഇഫക്റ്റിലൂടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നൈട്രജന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, ബേസിക് സ്ട്രെങ്ത് കുറയും. KB വാല്യൂ കൂടുന്നതിനനുസരിച്ച് PKB വാല്യൂ കുറയുന്നതിനനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കൂടും. പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും PKB കുറവാരാ നോക്കൂ. ഏറ്റവും PKB കുറവാരാണ്? ഇതുണ്ടോ, ഇതാണ് ഏറ്റവും PKB കുറഞ്ഞത്. ഹിൻസ്ബർഗ് റിയേജന്റ് ആര് എന്നാണ് ചോദ്യം. ഹോപ്പ് യു റിമെമ്പർ ഹിൻസ്ബർഗ് ടെസ്റ്റ് ആൻഡ് ഹിൻസ്ബർഗ് റിയേജന്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ആൻഡ് ഹിയർ ആസ്കിംഗ് വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജന്റ്. വളരെ സിമ്പിൾ അല്ലേ. ഏതാ? ഓപ്ഷൻ 3 ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2025 കീം എക്സാമിനേഷനിൽ വന്ന കെമിസ്ട്രിയിലെ അമീൻസ് എന്ന ചാപ്റ്റേഴ്സ്, സെക്കൻഡ് ഇയറിലെ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം. ഓക്കെ, യെസ്, എ ടോക്ക് ഓൺ ഒരു ക്രാഷ് കോഴ്സിൻ്റെ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മാസ്റ്റർ കീം 2026 എന്ന പേരിൽ ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കഴിയുന്നതും ഓഫ്ലൈനായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ വിദഗ്ധരായിട്ടുള്ള, പ്രശസ്തരായിട്ടുള്ള അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിഗംഭീരമായിട്ടുള്ള മെറ്റീരിയൽസിലായിരിക്കും നിങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ പോകുന്നത്. ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻസ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ടുള്ള മോക്ക് എക്സാംസ്, അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം ചെയ്ത് എത്ര ദിവസമാണോ ലഭിക്കുന്നത് അത്രയും ദിവസങ്ങൾ വളരെ ഒരു പാക്ക്ഡ് ആയിട്ടുള്ള, പവർ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ തന്നിട്ട് നിങ്ങളെ സജ്ജരാക്കി അയക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇത് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ, എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഷെഡ്യൂൾഡ് ക്ലാസ്സുകൾ പോകുന്നത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ there is a program +1+2 ട്യൂഷൻ പ്രോഗ്രാം, +1+2 ട്യൂഷൻ പ്രോഗ്രാം. വളരെ കോംപ്രഹെൻസീവായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് നൂക്ക് ആൻഡ് കോർണർ കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു കോംപ്രഹെൻസീവ് കവറേജ് ഓരോ വിഷയത്തിലും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഇതിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതും താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ആവശ്യമായിട്ട് വരുന്ന മറ്റു കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും കൂടെ ചെയ്യുക. അവിടെയും ആ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഒരു ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് മേടിക്കുക. ബോർഡ് എക്സാമിന് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാംസിന് ആവശ്യമായ രീതിയിലുള്ള വളരെ കോംപ്രഹെൻസീവ് കവറേജ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ ലഭിക്കുന്നത്. വളരെ പീരിയോഡിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. നമുക്കിനി ഡിസ്കഷനിലേക്ക് കടക്കാം. അമൈൻസ് എന്ന ചാപ്റ്ററാണ് ഒന്നാമത്തെ ചോദ്യം. ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപക്ഷെ പറയേണ്ട ഭാഗം ബേസിക് സ്ട്രെങ്ത് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗം വളരെ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഐ ഹോപ്പ് യു റിമെമ്പർ, ഒരു ടേബിളൊക്കെ തന്ന് PKB വാല്യൂസ് വെച്ച് അത് കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കൃത്യമായിട്ട് പഠിച്ചിട്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒന്നാമത്തെ ചോദ്യം തന്നെ അവിടെ നിന്നാണ്. ദി ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ്
ഫോളോയിങ് അമൈൻസ്? അതാണ് ചോദ്യം. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദി ഓർഡർ ഈസ് അലിഫാറ്റിക് അമീൻസ്. Aliphatic amines are more basic than ammonia, while aromatic amines are less basic than ammonia. ഇത് ബേസിക് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അലിഫാറ്റിക് അമീൻസ് അമോണിയയെക്കാട്ടിലും ബേസിക് ആയിരിക്കും. ആരോമാറ്റിക് അമീൻസ് അമോണിയയെക്കാട്ടിലും ലെസ് ബേസിക് ആയിരിക്കും. കാരണം അറിയാലോ, എന്താ കാരണം? Resonance, അല്ലേ? So the lone pair of electron here is utilized for resonance into the benzene ring. Therefore, aromatic amines are less basic than ammonia. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ നമുക്ക് ഓർഡർ ആണ് കാണേണ്ടത്. നോക്ക്, ഇത് രണ്ടും അലിഫാറ്റിക് ആണ്, ഇത് രണ്ടും അരോമാറ്റിക് ആണ്. അപ്പോൾ 1, 2 അലിഫാറ്റിക് ആണ്, 3ഉം 4ഉം അരോമാറ്റിക് ആണ്. അപ്പൊ 3ഉം 4ഉം ലാസ്റ്റ് ആണ് വരിക, അല്ലെ? അപ്പൊ നോക്കൂ, ഇത് അനിലീനാണ്. ദിസ് ഈസ് അനിലീൻ ആൻഡ് ദിസ് ഈസ് ഡൈമീഥൈൽ അനിലീൻ. എന്താ അവര് തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇത് അനിലീൻ, ഇത് മീഥൈൽ അനിലീൻ ആണ്, എൻ മീഥൈൽ അനിലീൻ ആണ് കേട്ടോ. സോ ഇതിൽ ആരാണ് കൂടുതൽ ബേസിക്? ആ ടേബിളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ടേബിളിൽ PKB വാല്യൂ വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഐ വിൽ ഷോ യു ദാറ്റ് ഓൾസോ. നോക്കൂ, അനിലീൻ ആണോ മീഥൈൽ അനിലീൻ ആണോ കൂടുതൽ ബേസിക്? ഒരു സംശയവുമില്ല, മീഥൈൽ അനിലീൻ ഈസ് ഇതിനേക്കാളിലും ഇതായിരിക്കും ബേസിക്, ഇതിനേക്കാളിലും ഇതായിരിക്കും ബേസിക്, അല്ലെ? എന്താ കാരണം? ഇവിടെ ഒരു പ്ലസ് ഐ ഇഫക്റ്റും കൂടിയുണ്ട്. ദിസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഇന്റൻസ് ബൈ ദ പ്ലസ് ഐ ഇഫക്റ്റ്. ഇയാൾക്ക് പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ട്, മറിച്ച് ഇയാൾക്കുള്ളത് -R ഇഫക്റ്റ് ആണ്. ഇയാൾക്ക് -R ഇഫക്റ്റ് ആണ്. ഇവിടെ ഈ -R ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ -R ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ CS3 ഗ്രൂപ്പിന്റെ ഒരു പ്ലസ് ഐ ഇഫക്റ്റും കൂടിയുണ്ട്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു നോ നൈട്രജന്റെ ലോൺ പെയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് ബേസിക് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനം. എത്രമാത്രം നൈട്രജനിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഡെൻസിറ്റി വർദ്ധിക്കുന്നുവോ അത്രയും ബേസിക് ആയിട്ട് മാറും, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു വിഡ്രോവല് മാത്രമാണ് ഉള്ളത്. That's why aromatic amines are less basic than ammonia. കാരണം -R ഇഫക്റ്റിലൂടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നൈട്രജന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, ബേസിക് സ്ട്രെങ്ത് കുറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനേക്കാളും ബെറ്റർ ആണ് ഇത്. കാരണം ഇയാളുടെ ഒരു പ്ലസ് ഐ ഇഫക്റ്റിന്റെ സപ്പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് 1, 2, 3, 4 ഇത് ലോ ആണ്, ഇത് ഹൈ ആണ്. അപ്പൊ ഈ ലോയില് ഏറ്റവും ലോ ആരാണ്? ഇയാളാണ്. കാരണം എന്താ? ഇയാളെക്കാളും ബെറ്റർ ആണ് ഇത്, ബിക്കോസ് ഓഫ് ദ CS3 ഗ്രൂപ്പ്. വി ക്യാൻ വെരിഫൈ വിത്ത് ദ PKB വാല്യൂസ് ഓൾസോ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇയാളായിരിക്കും. എന്ന് വെച്ചാൽ 3 മിനിമം വരണം. 3 മിനിമം വരണം എന്ന് പറയുമ്പോൾ ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി. 2 ചോയ്സേ ഉള്ളൂ. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 5ഉം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി 3 കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 4 ആണ്. 3 കഴിഞ്ഞാൽ 4 ആണ്. ബട്ട് വി ഡോണ്ട് ഗെറ്റ് ദി ആൻസർ. കാരണം 3, 4 റൈറ്റ്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. മീഥൈൽ ഓർ ഈഥൈൽ. ഇത് നോക്കൂ, മീഥൈൽ അമീൻ ആണ്, ഇത് ഡൈ ഈഥൈൽ അമീൻ ആണ്. അപ്പൊ മീഥൈൽ അമീൻസും ഈഥൈൽ അമീൻസും ഒരുപോലെയാണോ ഓർഡർ? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. Hope you remember the order. സെക്കൻഡറി ഈഥൈലാണ് മാക്സിമം, അല്ലെ? സെക്കൻഡറി ഈഥൈലാണ് മോസ്റ്റ് ബേസിക്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ വരിക? ടെർഷ്യറി ഈഥൈലാണ് വരിക. സെക്കൻഡറി ഈഥൈൽ കഴിഞ്ഞാൽ ടെർഷ്യറി ഈഥൈലാണ് വരിക, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് ആരാ വരിക? അത് കഴിഞ്ഞ് വരുന്നത് സെക്കൻഡറി മീഥൈലാണ്. ദാറ്റ് ഈസ് ദി ഓർഡർ. അപ്പോൾ സെക്കൻഡറി ഈഥൈല്, അത് കഴിഞ്ഞ് ടെർഷ്യറി ഈഥൈല്, അത് കഴിഞ്ഞ് സെക്കൻഡറി മീഥൈല്, അത് കഴിഞ്ഞ് പ്രൈമറി ഈഥൈൽ വരും. പ്രൈമറി ഈഥൈൽ, അത് കഴിഞ്ഞ് പ്രൈമറി മീഥൈൽ വരും, അത് കഴിഞ്ഞ് ടെർഷ്യറി മീഥൈൽ വരും, ആൻഡ് ലാസ്റ്റ് അമോണിയ.
ദാറ്റ് ഈസ് ദ ഓർഡർ. ഈ ഒരു ഓർഡർ എല്ലാവരും ഓർത്തു വയ്ക്കുക. സെക്കൻഡറി എമംഗ് ആലിഫാറ്റിക് അമീൻസ് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്, എമംഗ് ആലിഫാറ്റിക് അമീൻസ് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത് മീതൈൽ ഈതൈൽ അമീൻസ് ആണ്. അതിൻ്റെ ഓർഡർ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെക്കൻഡറി ഈതൈലാണ്. ഈതൈൽ മീതൈൽ ഓർഡർ സെപ്പറേറ്റ്ലി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോ ഈതൈൽ അമീൻസ് ആണെങ്കിൽ ഹോപ്പ് യു റിമെമ്പർ ദി ഓർഡർ, സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി എന്നാണ്. അതേസമയം മീതൈൽ അമീൻസ് ആണെങ്കിൽ ഓർഡർ സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി. ഇതാണ് അവരുടെ ഓർഡർ വരും. സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി ഫോർ ഈതൈൽ അമീൻസ് ആൻഡ് സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി ഫോർ മീതൈൽ അമീൻസ്. ഹോപ്പ് യു റിമെമ്പർ. ഇതിന് 2, 3, 1 എന്ന് ഓർത്തു വയ്ക്കാം. ഇവിടെ 2, 1, 3 എന്ന് ഓർത്തു വയ്ക്കാം. മീതൈൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഗ്രൂപ്പാണ്, ചെറിയ നമ്പർ ഓർക്കുക. ഈതൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ ഗ്രൂപ്പാണ്, ഒരു വലിയ നമ്പർ ഓർത്ത് വെക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ്ലി ഓർത്ത് വെക്കാവുന്നതാണ്. ഇനി ഇവർ രണ്ടുപേരെയും കൂടെ ചിലപ്പോൾ ചോദിക്കാം. ഇവർ രണ്ടുപേരെയും മെർജ് ചെയ്ത് വരുന്ന, ഇവർ രണ്ടുപേരും ഉൾക്കൊള്ളുന്ന ഒരു ഓർഡറാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടുപേരും ഉൾക്കൊള്ളുന്ന ഓർഡർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെ ഓർഡർ നോക്കൂ. ഈ ഓർഡർ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. നോക്കൂ, സെക്കൻഡറി ഈതൈൽ, ഈ ഓർഡർ ബൈ ഹാർട്ട് ചെയ്യട്ടോ. ദിസ് ഓർഡർ. ഓക്കെ, ഓർഡർ എങ്ങനെ വരുന്നത് നോക്കൂ. വൺസ് അഗൈൻ, സെക്കൻഡറി ഈതൈൽ maximum, secondary ethyl maximum. It is supported by the tabulation what you have seen. ഈ ടാബുലേഷൻ വെച്ച് നിങ്ങൾക്ക് പറയാം. റൈറ്റ്, ഇങ്ങനെ ഈ ടാബുലേഷൻ വെച്ച് പറയാം. ഇവിടെ തന്നിരിക്കുന്നത് PKB വാല്യൂസ് ആണ്. ഹൗ PKB വാല്യൂ സബ്സ്റ്റാൻഷിയേറ്റ് ദ ബേസിക് സ്ട്രെങ്ത്. ഓർമ്മയില്ലേ? മറന്നിട്ടില്ലല്ലോ. ഗ്രേറ്റർ the KB value, lower the PKB value, stronger the base. KB വാല്യൂ കൂടുന്നതിനനുസരിച്ച് PKB വാല്യൂ കുറയുന്നതിനനുസരിച്ച് ബേസിക് സ്ട്രെങ്ത് കൂടും. പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും PKB കുറവാരാ നോക്കൂ. ഏറ്റവും PKB കുറവാരാണ്? ഇത് കണ്ടോ, ഇതാണ് ഏറ്റവും PKB കുറഞ്ഞത്. ദാറ്റ് ഈസ് സെക്കൻഡറി ഈതൈൽ കേട്ടോ. പിന്നെ തൊട്ട് രണ്ടാം സ്ഥാനത്ത് ആരാണ്? തൊട്ട് രണ്ടാം സ്ഥാനത്ത് ഇതാണ് 3.25 ആണ്. ദാറ്റ് ഈസ് ടെർഷ്യറി ഈതൈൽ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്. ദാറ്റ് ഈസ് സെക്കൻഡറി മീതൈൽ. അത് കഴിഞ്ഞിട്ട് 3.27 കഴിഞ്ഞാൽ 3.29 ഇതാണ്. That is primary ethyl. അടുത്തത് 3.29 കഴിഞ്ഞ ഏതാണ്? 3.38 ആണ്. That is primary methyl. Primary methyl. അത് കഴിഞ്ഞ് tertiary methyl. Tertiary methyl. അത് കഴിഞ്ഞ് അമോണിയ. അമോണിയയുടെ വാല്യൂ ഓർമ്മയുണ്ടല്ലോ, 4.75 ആണ് കേട്ടോ. കമ്മിങ് ടു ബെൻസിനാമിൻ നോക്കൂ. ഇതാണ് ബെൻസിനാമിൻ. 9.38 ആണ്. നമ്മളിപ്പോൾ അവിടെ കണ്ടത് N-methyl aniline ആണ്. N-methyl aniline 9.30 ആണ്. 9.30 ആണ്. ഇപ്പൊ നമ്മൾ അവിടെ എൻകൗണ്ടർ ചെയ്ത സ്പീഷീസ് ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ അവിടെ എൻകൗണ്ടർ ചെയ്ത സ്പീഷീസ് സെക്കൻഡറി ഈതൈൽ. ഇതൊരെണ്ണം കണ്ടു. ദാറ്റ് വിൽ ബി മാക്സിമം. റൈറ്റ്. അത് കഴിഞ്ഞ് വാട്ട് വി ഹാവ് സീൻ ഈസ് മീതൈലമൈൻ. പിന്നെ ഇതാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ കണ്ടത് അനിലീനും അതുപോലെ ഇതും. ഈ 4 പേരെയാണ് നമ്മൾ അവിടെ ആ ക്വസ്റ്റ്യനിൽ കാണാൻ സാധിച്ചത്. എനിവേ, ആ 4 പേരിൽ ഒതുക്കാണ്ട് എല്ലാവരുടെയും ഒരു മെറ്റിക്കുലസ് അനാലിസിസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മളിപ്പോ കണ്ടത് നോക്കുക. അനിലീൻ ഉണ്ട്, N-methyl അനിലീൻ ഉണ്ട്, ഡൈ ഈതൈൽ അമീൻ, പിന്നെ മീതൈൽ അമീൻ. സോ ദി ഓർഡർ ഈസ് ദിസ് ഈസ് മിനിമം 3 മിനിമം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 3 മിനിമം. അപ്പൊ 2 ചോയ്സ്. റൈറ്റ്, 3 ചോയ്സ് ഔട്ടായി. അത് കഴിഞ്ഞാൽ 4. അതിൽ പക്ഷെ ആൻസർ കിട്ടില്ല. പക്ഷെ നോക്കുക, ഇവിടെയാണ് ആൻസർ ഉള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് 1 ആയിരിക്കണം കിട്ടും. അത് കഴിഞ്ഞ് വരുന്നത് 1 ആയിരിക്കണം. സോ ദി ആൻസർ ഈസ് 5th ചോയ്സ്. ആൻസർ ഈസ് 5th ചോയ്സ്. ഇതായിരിക്കും ആൻസർ. ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തോളൂ. 3 മിനിമം, ദാറ്റ് ഈസ് അനിലിൻ. അത് കഴിഞ്ഞ് 4 N-methyl aniline. റൈറ്റ്.
ഇതിന്റെ വാല്യൂ ഇപ്പൊ നമ്മൾ കണ്ടു 9.38, ഇതിന്റെ വാല്യൂ 9.3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് മെത്തനാമിൻ 3.38 എന്ന് കണ്ടു, ഓർമ്മയില്ലേ? 3.38 എന്ന് കണ്ടു മെത്തനാമിൻ. അത് കഴിഞ്ഞ് ഇയാള് ഡൈ ഈത്തൈൽ അമീൻ, ദാറ്റ് ഈസ് N-ethyl എത്തനാമിൻ. N-ethyl എത്തനാമിൻ മാക്സിമം 3 എന്ന വാല്യൂ വരും. അപ്പൊ ഇവരുടെ വാല്യൂസ് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതിയിടാം. ഇയാളുടെ PKB വാല്യൂ 9.38, ഇയാളുടെ PKB വാല്യൂ 9.30, ഇയാളുടെ PKB വാല്യൂ 3, ഇയാളുടെ PKB വാല്യൂ 3.38. അപ്പോൾ ഈ വാല്യൂ കാണാതെ പഠിക്കണം എന്നല്ല, ഓർഡർ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ അവിടെ പറഞ്ഞ ഓർഡർ ഇത് തന്നെയാണ്. നോക്കുക, സെക്കൻഡറി ഈത്തൈൽ, ടെർഷറി. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതി വാല്യൂ നോക്കി എഴുതിയതാണ്. സെക്കൻഡറി ഈത്തൈൽ, ടെർഷറി ഈത്തൈൽ, സെക്കൻഡറി മീത്തൈൽ, പ്രൈമറി ഈത്തൈൽ, പ്രൈമറി മീത്തൈൽ, ടെർഷറി മീത്തൈൽ ആൻഡ് അമോണിയ. റൈറ്റ്? ഇപ്പൊ ഈ ഓർഡർ പഠിക്കാം. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് വരുമ്പോൾ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലീൻ വരുമ്പോൾ എന്ത് ചെയ്യണം അതും പഠിപ്പിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വന്നാൽ ബേസിക് സ്ട്രെങ്ത് കൂടും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ ബേസിക് സ്ട്രെങ്ത് കുറയും. ആൻഡ് ദി ഇഫക്റ്റ് ഈസ് മോർ പ്രിഡോമിനന്റ് അറ്റ് ഓർത്തോ പാരാ പൊസിഷൻസ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുമ്പോൾ ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യപ്പെടുകയാണ് ചെയ്യുക, ബേസിക് സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് കൂടുതൽ ഡൊണേറ്റ് ചെയ്യപ്പെടും. ഐ മീൻ നൈട്രജനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും, ബേസിക് സ്ട്രെങ്ത് കൂടും. റൈറ്റ്? അവിടെയും ഒരു എക്സെപ്ഷണൽ പോയിന്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓർത്തോ ഇഫക്റ്റ് ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്നും കൂടെ ഓർത്തു വയ്ക്കുക കേട്ടോ. ഓർത്തോ ഇഫക്റ്റ് 2 സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. എക്സെപ്ഷണൽ സിനാരിയോ ഇൻ ബെൻസോയിക് ആസിഡ് ഓർത്തോ ഇഫക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്, അനിലീനിൽ ഓർത്തോ ഇഫക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഹിൻസ്ബർഗ് റിയേജന്റ് ആര് എന്നാണ് ചോദ്യം. ഹോപ്പ് യു റിമെമ്പർ ഹിൻസ്ബർഗ് ടെസ്റ്റ് ആൻഡ് ഹിൻസ്ബർഗ് റിയേജന്റ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ആൻഡ് ഹിയർ ആസ്കിംഗ് വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജന്റ്. വളരെ സിമ്പിൾ അല്ലേ? ഏതാ? ഓപ്ഷൻ 3 ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, ദാറ്റ് ഈസ് ഹിൻസ്ബർഗ് റിയേജന്റ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്. This is Hinsberg reagent, benzene sulfonyl chloride, right? And even paratoscyl chloride ഉണ്ട് കേട്ടോ. paratoscyl chloride, paratoluene sulfonyl chloride. Nowadays this is used എന്നും പറഞ്ഞ് NCERT-യിൽ കമന്റ് ഉണ്ട്. ടൊസൈൽ ക്ലോറൈഡ് ആണ്, പാരാടൊളുവീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ഓപ്ഷൻ 3 is the correct answer, which is used for testing primary amines. Primary amines ഇയാളുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സോളിഡ് പ്രോഡക്റ്റ് കിട്ടും, ദാറ്റ് ഈസ് സോല്യൂബിൾ ഇൻ ആൽക്കലി. സെക്കൻഡറി അമൈൻസ് ആണെങ്കിൽ ഇയാളുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു സോളിഡ് പ്രോഡക്റ്റ് കിട്ടും, ദാറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ആൽക്കലി. While tertiary amines, no reaction. So if you take a primary amine, RNH2, നോക്കൂ, ഒരു HCl പോകും, ഇത് അവിടെ റിയാക്ട് ചെയ്യും, യു ഗെറ്റ് N-alkyl benzene sulfonamide. N-alkyl benzene sulfonamide ഒരു സോളിഡ് പ്രോഡക്റ്റ് കിട്ടും. ഇത് HCl ആയിട്ട് പോകും. ഇനി റിമൈനിങ് കിട്ടുന്ന പ്രോഡക്റ്റിൽ യു വിൽ ഹാവ് 1 അസിഡിക് ഹൈഡ്രജൻ, N-alkyl benzene sulfonamide. ഡ്യൂ ടു ദാറ്റ് അസിഡിക് ഹൈഡ്രജൻ ഇറ്റ് ഈസ് സോല്യൂബിൾ ഇൻ ആൽക്കലി. ഓർക്കുന്നുണ്ടാകുന്നു വിചാരിക്കുന്നു. അതേസമയം സെക്കൻഡറി അമീൻ ആണെങ്കിലോ ഇറ്റ് ഈസ് RNHR. ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഹൈഡ്രജനും ഈ ക്ലോറിനും കൂടെ HCl ആയിട്ട് പോകും, യു ഗെറ്റ് ആൻ അഡീഷൻ, പ്രോഡക്റ്റ് കിട്ടും, N-ഡൈആൽക്കൈൽ ബെൻസീൻ സൾഫോണാമൈഡ് എന്ന് പറയുന്ന ഒരു സോളിഡ് പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ അവിടെ ഹൈഡ്രജൻ ഇല്ല. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് അസിഡിക് ഹൈഡ്രജൻ ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ആൽക്കലി. ഐ എം ജസ്റ്റ് റിമൈൻഡിങ് യു. And about a tertiary amine, if you take a tertiary amine RNRR,
ഇവിടെ ഹൈഡ്രജനേ ഇല്ല, therefore they don't react. അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ടെസ്റ്റ് എല്ലാവരും നന്നായിട്ടൊന്ന് പഠിച്ചോളാം. ഓക്കെ, സോ ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് UPSC നെയിം ഓഫ് അലൈൽ അമീൻ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. കോമൺ നെയിം തന്നിട്ടുണ്ടാവും. കോമൺ നെയിമിൽ നിന്ന് നിങ്ങൾക്ക് കോമൺ നെയിം തന്നാൽ കോമ്പൗണ്ട് ഏതാണ് എന്ന് തിരിച്ചറിയാനും അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനും അതിൻ്റെ UPSC നെയിം പറയാനും അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻസ് പറയാനും ഒക്കെ സാധിക്കണം. സോ ഹിയർ ഇറ്റ് ഈസ് ഗിവൺ അലൈൽ അമീൻ. അലൈൽ അമീൻ കോമൺ ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. CH2 ഡബിൾ ബോണ്ട് CH, CH2 NH2. ദിസ് ഈസ് അലൈൽ അമീൻ. ഇതാണ് അലൈൽ അമീൻ എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിനെയാണ് അലൈൽ ഗ്രൂപ്പ് എന്ന് പറയുക അല്ലെ. ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് അലൈൽ ഗ്രൂപ്പ്. അറിയാലോ CH2 ഡബിൾ ബോണ്ട് CH2. ദിസ് കാർബൺ ഈസ് കോൾഡ് അലൈൽ കാർബൺ. ഈ കാർബണിനെയാണ് നമ്മൾ അലൈൽ കാർബൺ എന്ന് വിളിക്കുക. ഇനി ഇതിന്റെ IUPAC നെയിം പറയണം. ഒന്നുമില്ല, നമ്പറിംഗ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാമോ? ദിസ് ഈസ് ദ പോയിന്റ്. നമ്പറിംഗ് ലെഫ്റ്റ് നിന്നാണോ റൈറ്റ് നിന്നാണോ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഐ തിങ്ക് ഓൾ ഓഫ് യു അവെയർ ഓഫ് ഇറ്റ് ഈസ് ഫ്രം ഹിയർ 1 2 3. ദാറ്റ് ഇസ് ദ നെയിം. സോ ഇറ്റ് ഈസ് proper 2 in 1 amine അല്ലെ. proper 2 in 1 amine. That is the name. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ 3 അല്ലെ. proper 2 in 1 amine. That is the answer. proper 2 in 1 amine. Right? അലൈൽ അമീൻ. ഓക്കെ, ഇതുപോലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. നിയോ പെൻറ്റൈൽ അമീൻ എന്ന് തന്നാൽ എഴുതാൻ സാധിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. അമീൻ വിത്ത് ഹയസ്റ്റ് PKB വാല്യൂ. അമീൻ വിത്ത് ഹയസ്റ്റ് PKB വാല്യൂ എന്ന് വെച്ചാൽ ലീസ്റ്റ് ബേസിക് ആര് എന്നാണ് ചോദ്യം. ലീസ്റ്റ് ബേസിക് വി ഹാവ് മെത്തനാമിൻ, N-methyl മെത്തനാമിൻ, ബെൻസിനാമിൻ, N-methyl aniline, എത്തനാമിൻ. ഒരു സംശയമില്ല. The answer is already we have discussed. It is ബെൻസിനാമിൻ അല്ലെ. It is ബെൻസിനാമിൻ. ഇനി ഓർഡർ എങ്ങനെ വരും എന്ന് പറയൂ. What will be the order? മെത്തനാമിൻ, N-methyl മെത്തനാമിൻ, N-methyl aniline, എത്തനാമിൻ. So the order already we have seen. ഒരിക്കൽ കൂടെ പറയാം. സെക്കൻഡറി ഈഥൈൽ, ടെർഷ്യറി ഈഥൈൽ, സെക്കൻഡറി മീഥൈൽ, പിന്നെ പ്രൈമറി ഈഥൈൽ, പിന്നെ പ്രൈമറി മീഥൈൽ, പിന്നെ ടെർഷ്യറി മീഥൈൽ അമോണിയ. ദിസ് വിൽ ബി ദി ഓർഡർ. വൈൽ അറോമാറ്റിക് അമീൻസ് ഒക്കെ ലാസ്റ്റേ വരുള്ളൂ. അപ്പൊ ഇവിടെ ആരാ ആദ്യം വരിക? ഇത് പ്രൈമറി മീഥൈലാണ്, സെക്കൻഡറി മീഥൈലാണ്, ഇത് പ്രൈമറി ഈഥൈലാണ്. അപ്പൊ ആദ്യം വരുന്നത് ഇയാളായിരിക്കും. സോ ഇറ്റ് വിൽ ബി 2 ഗ്രേറ്റർ ദാൻ എന്ന് വെച്ചാൽ സെക്കൻഡറി മീഥൈൽ ഇതാണ് ആദ്യം വരിക. അത് കഴിഞ്ഞ് പ്രൈമറി ഈഥൈൽ 5 വരണം. അത് കഴിഞ്ഞ് പ്രൈമറി മീഥൈൽ 1 വരണം. അത് കഴിഞ്ഞ് 4 വരണം. അത് കഴിഞ്ഞ് 3 വരണം. That will be the order for the given choices. You can verify with the table. എന്ത് ഓർഡർ? ഇപ്പൊ ഞാൻ പറഞ്ഞ ഓർഡർ ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ബേസിക് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ആണ്. സപ്പോസ് നിങ്ങൾക്ക് വേണ്ട ഓർഡർ PKB ഓർഡർ ആണെങ്കിൽ നേരെ തിരിച്ചെഴുതണം. PKBയുടെ ഓർഡർ എങ്ങനെ വരിക? ഹൗ കംസ് ദ PKB? ഇയാള് ലോ ആയിരിക്കും, ഇയാള് ഹൈ ആയിരിക്കും. സോ PKB ഓർഡർ വിൽ ബി 2 5 1 4 3. ദിസ് വിൽ ബി PKB ഓർഡർ. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഹയസ്റ്റ് PKB എന്ന് വെച്ചാൽ ലീസ്റ്റ് ബേസിക്. ഇവിടെ മോസ്റ്റ് ബേസിക് ഇയാളാണ് മോസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ ലീസ്റ്റ് PKB. ഇയാളാണ് ലീസ്റ്റ് ബേസിക് എന്ന് വെച്ചാൽ ഹയസ്റ്റ് PKB. റൈറ്റ്? ഓക്കെ, ആ ടേബിളിൽ ആ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ആ വാല്യൂസ് ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടുക. ആ വാല്യൂസ് കാണാതെ പഠിക്കാന്നുള്ളതല്ല, ആ ഓർഡർ കൃത്യമായിട്ട് മനസ്സിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അടുത്ത ചോദ്യം, ഒരു റിയാക്ഷൻ സീക്വൻസ് തന്നിട്ടുണ്ട്. Hope you remember, it is called a protective bromination അല്ലെ. പ്രൊട്ടക്റ്റീവ് റിയാക്ഷൻ ബൈ അസൈലേഷൻ. വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ്.
we take aniline treated with acetic anhydride. Aniline treated with acetic anhydride. This is acetic anhydride. Right? What will be the reaction? Acylation നടക്കും അല്ലേ? ഈ ഭാഗത്ത് acylation നടക്കും. You will get acetanilide. You will get acetanilide. NHCOCH3. This is called acetanilide. What is the IUPAC name? N-phenyl ethanamide. N-phenyl ethanamide. That is acetanilide. എന്തിനത് ചെയ്യുന്നത്? ESR അനിലീൻ്റെ ESR റിയാക്ഷൻസ് എല്ലാം ശ്രദ്ധിക്കണം. വളരെ അനിലീൻ എന്ന് പറയുന്ന NH2 ഗ്രൂപ്പ് പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഡ്യൂ ടു ദ പവർഫുൾ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് many times we are unable to proceed with the mono substitution reaction. ഇപ്പോൾ മോണോബ്രോമിനേഷൻ നടത്താൻ ബുദ്ധിമുട്ടാണ്. Aniline treated with the bromine water, you get 2,4,6 tribromo aniline, white precipitate. അപ്പോൾ മോണോബ്രോമിനേഷൻ എങ്ങനെ നടത്തും? മോണോ നൈട്രേഷൻ എങ്ങനെ നടത്തും? അവിടെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റീവ് അസൈലേഷനിലൂടെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. NH2 ഗ്രൂപ്പിനെ അസൈലേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? അസെറ്റാനിലൈഡ് ആക്കി മാറ്റുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഗ്രൂപ്പിന്റെ ഇഫക്റ്റ് ഒന്ന് സപ്രസ്ഡ് ആവും. The effect of this lone pair electron and nitrogen, hence the effective nature of the NH2 group, ഈ ഗ്രൂപ്പിന്റെ ആക്ടിവേറ്റിംഗ് ഇഫക്റ്റ് ഒന്ന് സപ്രസ്ഡ് ആവും. എങ്ങനെ? Because of the presence of the electron withdrawing nature of CO group. Right? Now we are proceeding with bromine with acetic acid. Bromine with acetic acid. The result will be monobromination product. Result will be monobromination product. NHCOCH3. Bromine comes at para position. ഇത് ആസിഡ് ഓർ ആൽക്കലി ഹൈഡ്രോളിസിസ് നടത്തിയാൽ, അതിപ്പോ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. This is A and this is B. This treated with alkali or acid medium, hope you remember. ഈ ഗ്രൂപ്പ് തിരിച്ചു പോകും. You get para bromo aniline. You get para bromo aniline. പക്ഷെ ഇങ്ങോട്ടുള്ള റിയാക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഓൺലി അപ് ടു ബി. അപ്പോ ഇതാണ് എ, ഇതാണ് ബി. ഏതാ ബി? ഓപ്ഷൻ 5 അല്ലെ? ഓപ്ഷൻ 5 is the answer. It is para bromo acetanilide. It is protective bromination by acylation. ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആണത്. അത് നൈട്രേഷനിലും ഉണ്ട്, അതും പഠിക്കണം. ഓക്കെ, അടുത്തത് choose the correct combination for column 1 with column 2. നോക്കാം. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഹിൻസ്ബർഗ് റിയേജന്റ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് വെച്ചാൽ ഹിൻസ്ബർഗ് റിയേജന്റ് അല്ലെ? A with 3. ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി. A with 3. പിന്നെ കൺവേർഷൻ ഓഫ് അമൈഡ് ടു അമീൻ. Conversion of amide to amine, nothing but 4 അല്ലെ? B with 4. A3B4, but you don't get the answer. അടുത്തത് കൺവേർഷൻ ഓഫ് പ്രൈമറി അമീൻ ടു ഐസോസയനൈഡ്. ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കാർബിലമീൻ ടെസ്റ്റ്. C with 1. We get the answer. Third choice. We get the answer, third choice, C with 1. And D2, correct alle? D2, diethyl amine. Diethyl amine is secondary amine. Right? എനിക്ക് തോന്നുന്നു D2 മാത്രം അറിയാമെങ്കിൽ ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാം. N ഈഥൈൽ അമീൻ സെക്കൻഡറി അമീൻ ആണെന്ന് അറിഞ്ഞാൽ മാത്രം ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാം. ഡൈഈഥൈൽ അമീൻ നോക്കൂ മക്കളെ. ഡൈഈഥൈൽ അമീൻ CH3 CH2 NH CH2 CH3. What is the IUPAC name? N-ethyl ethanamine or diethyl amine. N-ethyl
ഈത്തൈൽ എത്തനാമീൻ, ദാറ്റ് ഈസ് ഡൈ ഈത്തൈൽ അമീൻ. അത് സെക്കൻഡറി അമീൻ ആണെന്ന് അറിഞ്ഞാൽ മാത്രം ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം D3 ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ബാക്കി ഒന്നും അറിയില്ല എന്ന് തന്നെ വിചാരിക്കാം. സപ്പോസ് ബാക്കി ഒരു ഓപ്ഷൻസും അറിയില്ല എങ്കിൽ തന്നെ ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ളത് അറിയണ്ടെന്നല്ല, തീർച്ചയായിട്ടും എല്ലാം അറിയണം. പക്ഷെ അത് ഒരു പക്ഷേ അത് റീകളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ലാസ്റ്റ് കോമ്പിനേഷൻ അറിയാമെങ്കിൽ മാത്രം ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്ന് കിട്ടും. C1 മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, 2 ചോയ്സ് ഉണ്ട്. ഓക്കെ, സോ ഫൈൻ, ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അമൈൻസ്. അപ്പോൾ അമൈൻസിൽ നിന്ന് നമുക്കൊരു 6 ചോദ്യങ്ങളാണ് കാണാൻ സാധിച്ചത്. എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും ഓരോ സെഷനിലും അമൈൻസിൽ നിന്ന് നമുക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അമൈൻസിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതായിരിക്കും നമുക്ക് ക്രീമിന് കാണാവുന്ന ഒരു ട്രെൻഡ്. ഒരു ചോദ്യം തന്നെ ആയിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ 2 ചോദ്യം വന്നേക്കാം. എന്നാലും ഒരു ചോദ്യം മസ്റ്റായിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആശയം. റൈറ്റ്? മറ്റ് ഓർഗാനിക് ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ചാപ്റ്ററാണ് അമൈൻസ്. അതിഗംഭീരമായിട്ട് അത് പഠിക്കുക. റൈറ്റ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഡിസ്കസ് ചെയ്ത ഈ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏരിയകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ മനോഹരമായിട്ട് പഠിച്ചു തീർക്കുക. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്യുക കേട്ടോ. ഡു ഇറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് dedication, right? And loving the chapter and subject and loving whatever you do. Okay, we'll meet with another chapter, another content in another video. Till then, bye, see you.